It is my honor and privilege that I stand before you today, surrounded by the brilliance of literature and the warmth of your presence. We are gathered here for the launch of the first book by Mrs. Ramya S. Anand and are grateful to the distinguished guests who have graced this occasion. Now I request Mr. Tom J. Mangat, Indulekha Books, to deliver the welcome speech. Sir. Okay, fine. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സ്വാഗത പ്രസംഗരെ പേടിച്ചാണ് ഒരു മീറ്റിങ്ങിന് സമയത്ത് എത്താത്തത്. കാരണം അരമണിക്കൂറാണല്ലോ അതിൻ്റെ ഒരു ആചാരം. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ രമ്യ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. രമ്യ മലയാളത്തിലെ പ്രധാനപ്പെട്ട ട്രാവൽ റൈറ്റേഴ്സിൻ്റെ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ട്രാവൽ റൈറ്ററായ നമ്മളൊക്കെ പറയുന്ന പാറേമാക്കൽ തോമാക്കത്തനാർ തൊട്ട് എസ് കെ പൊറ്റക്കാടും ഇങ്ങേറ്റത്ത് സക്കറിയും മുസഫർ അഹമ്മദും ഒക്കെ, ഒരാൾ വിട്ടുപോയി, വളരെ പ്രിയപ്പെട്ട ഒരു റൈറ്റർ രാജൻ കാക്കനാടൻ, അവരുടെയൊക്കെ ശ്രേണിയിലേക്കുള്ള ഒരു നല്ല ട്രാവൽ റൈറ്ററായിട്ട് രമ്യ വരികയാണ്. അപ്പോൾ രമ്യയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. നമ്മുടെ മനോഹരമായി യാത്ര എഴുതുന്ന എഴുത്തുകാരുടെ സംഘത്തിലേക്ക് രമ്യയ്ക്ക് സ്വാഗതം. പിന്നെ രമ്യയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മളെല്ലാവരും, എല്ലാവരും പെട്ടെന്ന് ഒറ്റയടിക്ക് തീർക്കുകയാണ്. നമ്മുടെ അനിലച്ഛനുണ്ട്, ജയേന്ദ്രൻ സാറുണ്ട്, നീനയുണ്ട്, സുധീറുണ്ട്. ഞാൻ ആ ക്രമത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിൽ പറഞ്ഞതാണ്. പിന്നെ എല്ലാവരെയും ഇതിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Thank you, sir. Now I request Father Anil Philippe, Director, Chavra Cultural Center, Kochi, to deliver the presidential address. Besides actively running the Chavra Cultural Center, he is an acclaimed filmmaker. Over to Father Anil Philippe. വേദിയിലിരിക്കുന്ന പുസ്തക പ്രകാശന കർമ്മം ചെയ്യുന്ന വിശിഷ്ടാതിഥിയായ ഹോണറബിൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയേന്ദ്രൻ സാർ, ശ്രീമതി നീന കുറുപ്പ്, സുധീർ സാർ, പ്രിയ രമ്യ എസ് ആനന്ദൻ. ഈ സ്വാഗത പ്രസംഗൻ വല്ലാത്തൊരു കടുങ്കൈയാണ് ചെയ്തത്. ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അധ്യക്ഷൻ അതേപോലെ പറയണമെന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനും ചുരുക്കി തന്നെ പറയാം. കാരണം പ്രകാശനം ചെയ്യാനും ഏറ്റുവാങ്ങുവാനും സംസാരിക്കുവാനും വളരെ ശ്രേഷ്ഠരായ വ്യക്തികൾ നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. എന്തായാലും വഴികൾ തെളിയുന്ന മുഖങ്ങൾ, ആ പുസ്തകം ധൈര്യപൂർവ്വം എനിക്ക് പറയാം, ഞാൻ വായിച്ചു കഴിഞ്ഞു. എനിക്ക് 2 ദിവസം മുമ്പ് തന്നെ എത്തിച്ചു തന്നിരുന്നു. വായിച്ചു. കാണാൻ വന്നപ്പോൾ ഗ്രന്ഥകർത്താവിനോട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. വളരെ മനോഹരമായ പുസ്തകം. നമുക്ക് പല രീതിയിൽ എന്തുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ ആളുകൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിലത്ത് വെക്കാതെ വായിച്ച് തീർത്തിട്ട് ഏതോ വലിയൊരു ബാങ്ക്വറ്റ് എൻജോയ് ചെയ്തതിൻ്റെ സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുന്നത്? അതിൻ്റെ കാരണം അത് നരേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഈ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവിധ ദേശങ്ങളിലും കാലങ്ങളിലും സഞ്ചരിച്ചതിൻ്റെ അടയാളങ്ങളെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു യാത്രാ വിവരണം എന്നതിലുപരിയായിട്ട് അതിൻ്റെ നരേഷൻ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോവയിലിരുന്ന് ഗോവൻ വിശിഷ്ട ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഫീല് നമുക്ക് കൃത്യം വരികളിൽ ചേർത്ത് വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാശ്മീരിൽ സഞ്ചരിച്ചതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നേരെ ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ ജൂത അമ്മയുടെ വല്യമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഫീല് വളരെ കൃത്യമായിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഓർത്തെടുത്ത് വളരെ രസകരമായി ചെമ്പിലെ അമ്മ, നമ്മുടെ സാക്ഷാൽ മമ്മൂക്കയുടെ അമ്മയുടെ അടുത്തുള്ള ജീവിത ചുറ്റുവട്ടങ്ങളെ വളരെ രസകരമായിട്ട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഈ യാത്രാവിവരണ പുസ്തകം
മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ റൈറ്റിംഗ് പാറ്റേൺ വളരെ ഒഴുക്കോടുകൂടി വായിച്ചു പോകാൻ പറ്റും. അങ്ങനെ സംസാരിക്കുവാനായിട്ട് ലാഘവത്തോടുകൂടി യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഓരോ നുറുങ്ങു കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്തിട്ട് അതിനെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് പുസ്തകം വായിക്കപ്പെടുന്നത്. ഇതിനോടകം ആമസോണിൽ അത് കയറി കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ഈ പുസ്തകത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ. കവിത എഴുതുന്ന, യാത്ര ചെയ്യുന്ന രമ്യയ്ക്ക് ഇനിയും നല്ല പുസ്തകങ്ങൾ എഴുതാനായിട്ട് സാധിക്കട്ടെ. ഇത്തരം പുസ്തകങ്ങൾക്ക് ധാരാളം വായനക്കാരുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ആ രീതിയിലാണ് പുതിയ തലമുറ കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു 25 വർഷത്തിന് മുമ്പ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ സഞ്ചാര സ്വാതന്ത്ര്യം അവനവൻ പോലും കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും നമ്മുടെ അങ്ങാടിയിലെ ബെഞ്ചും പത്രവും കഴിഞ്ഞാൽ പിന്നെ യാത്രയൊക്കെ ഒതുങ്ങി. ഇന്ന് അങ്ങനെയല്ല. കേരളത്തിൽ പ്രായഭേദമന്യ ആളുകൾ ബാഗുമായിട്ട് ഇറങ്ങി നടക്കുക, സഞ്ചരിക്കുകയാണ് ഇടങ്ങളിലേക്ക്. മനുഷ്യൻ വളരുന്നത് സഞ്ചാരങ്ങളിലൂടെയാണ്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെ, ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളാണ് വികസിക്കുന്നത്. നമ്മളുടെ മനുഷ്യനെന്ന വ്യക്തിത്വമാണ് വികസിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് സഞ്ചരിച്ചിറങ്ങുമ്പോൾ നമ്മൾ തന്നെ വലിയ മനുഷ്യരായി മാറുകയാണ്. അപ്പോൾ ഇനിയും രമ്യയ്ക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കട്ടെ. പുതിയ പുതിയ സഞ്ചാര കുറിപ്പുകൾ എഴുതുവാനായിട്ട് സാധിക്കട്ടെ. ഈ പുസ്തകത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you, Father. Next is the book release by the Honorable Additional Advocate General, Sri K.P. Jayachandran Sir. He is a prominent lawyer with more than 40 years of experience in the field. He is the president of Indian Association of Lawyers, former chairman of the Bar Council of Kerala, and is currently a member of the Bar Council. The first copy of the book will be received by Mrs. Neena Kurup. She is a renowned cine artist with several movies in her credit. I request both the dignitaries to do the honors. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഫാദർ അനിൽ ഫിലിപ്പ്, ഈ ബുക്ക് ഏറ്റുവാങ്ങിയ ചലച്ചിത്ര നടി ശ്രീമതി നീന കുറുപ്പ് പുസ്തകം പരിചയപ്പെടുത്തുകയും അതിൻ്റെ നിരൂപണം നടത്തുകയും ചെയ്യുന്ന ശ്രീ N.E. സുധീർ, ഈ പുസ്തകത്തിൻ്റെ ലേഖിക പ്രിയങ്കരിയായ ശ്രീമതി രമ്യ എസ് ആനന്ദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ടോം ജെ മങ്ങാട്ട്, ഇന്ദുലേഖ പബ്ലിഷിംഗ് കമ്പനിയുടെ ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുത്തു, സദസ്സിലുള്ള ബഹുമാന്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ,
ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഞാൻ തിരുവനന്തപുരം നിവാസിയാണ്. ഒരു ശനിയാഴ്ച ദിവസം ഹൈക്കോടതി അവധിയാണെങ്കിൽ നിർബന്ധമായും വെള്ളിയാഴ്ച രാത്രി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ്. എന്നാൽ ഇന്ന് ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ രമ്യ എനിക്കൊരു വാറണ്ട് ഓർഡർ ചെയ്തു. ആ വാറണ്ട് 2-ാം തീയതി ഇവിടെ ചാവറ കൾച്ചറൽ സെൻറ്ററിൽ രാവിലെ 10:30 മണിക്ക് എത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു രമ്യയുടെ വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. തിരഞ്ഞെടുപ്പ് സമയമാണ്. എൻ്റെ പ്രദേശമായ തലസ്ഥാന നഗരിയിൽ എൻ്റെയും കൂടി സാന്നിധ്യം ആവശ്യമായ ദിവസങ്ങളാണ്. എങ്കിൽ പോലും രമ്യയുടെ സ്നേഹമിശ്രണമായ ഒരു ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രമ്യ തന്നെ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ഇവിടെ എത്തണം എന്നുള്ളത് എനിക്ക് കൂടി ആഗ്രഹമുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ മനോഹരമായ പേര് വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ. ഞാൻ രമ്യയുമായുള്ള പരിചയം ഞാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള പരിചയമാണ്. അതിനുശേഷം തന്നെ പല ദിവസങ്ങളിലും അവധി വരുമ്പം വന്ന് പറയും, സാർ ഞാൻ നാളെ ഒരു യാത്ര പോവുകയാണ്. അപ്പം ഞാൻ ഈ യാത്ര പോകുന്നു എന്ന് ധരിക്കുമ്പം രമ്യയുടെ ജന്മനാടായ തെങ്ങമത്തേക്ക് പോകുന്നു എന്നാണ് ധരിക്കുന്നത്. പക്ഷെ പറയുന്നത് ഈ രാജ്യത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യങ്ങൾ, ഒരുപാട് യാത്രകൾ എന്നോട് യാത്ര പറഞ്ഞ് പോയിട്ട് തിരിച്ച് കോടതി തുറക്കുന്ന സമയത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കും. സാധാരണ നമ്മളൊക്കെ ഒരുപാട് പൊതുവേദികൾ പങ്കിടുന്ന ആളുകളായതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആളുകൾ സംസാരിക്കുന്നവർ പറയും, ചിലപ്പോൾ ഇത് ഭാര്യയും കൂടി മുന്നിൽ കേൾക്കാനുണ്ടെങ്കിൽ പറയും, ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ തീർച്ചയായും അവരുടെ വിജയത്തിന് ഒരു സ്ത്രീ കൂടെ ഉണ്ടാകും. അത് ഭാര്യയുടെ ഒരു സഹായവും സഹകരണവും. ഞാനതിവിടെ തിരിച്ചു പറയുക. രമ്യയുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടും വന്നില്ല, അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ രമ്യയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനും ആ യാത്രകളിൽ ആളുകളെ കണ്ടുമുട്ടാനും ആ കണ്ടുമുട്ടുന്ന ആളുകളുടെ കഥകൾ ഇതുപോലെ പുസ്തകമായി എഴുതാനും കഴിയുന്നത് തീർച്ചയായും രമ്യയുടെ ഭർത്താവിൻ്റെ ഒരു സഹായവും സഹകരണവും ഇല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. ഈ വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ബഹുമാന്യരും ഒരുപാട് വിജ്ഞാനം ഉള്ളവരും ഒക്കെയാണ്. നമ്മുടെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായ EV കൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്ന ഒരു ബുക്കുണ്ട്. ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതായിരിക്കും. ആ ബുക്കിൽ പറയുന്ന ഒരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് ഒരു തീവണ്ടി പോലെയാണ്. ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റാളുകളെ കാണുകയും അവർ ഓരോരോ സ്റ്റേഷനുകളിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് അവരെങ്ങോട്ട് പോയെന്നറിയാതെയോ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടൽ നടത്തിയതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെയാണ് ജീവിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്ന ബുക്കിൽ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ രമ്യയുടെ കഥയും. രമ്യ ഈ പുസ്തകം ഒന്ന് വായിക്കാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പം എനിക്കൊരു പുസ്തകം കൊണ്ടു തന്നു.
ഞാനത് വായിച്ചു. പക്ഷേ ഞാൻ അതിലെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം വലിയ സുധീർ അദ്ദേഹം അതിൻ്റെ നിരൂപണം നടത്താൻ വേണ്ടി, ആ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെയുണ്ട്. അപ്പം ഞാൻ ആ ഒരു അവിവേകത്തിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹത്തെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായ ഒരാൾ, അദ്ദേഹം ഒരു തിരുവനന്തപുരത്ത് തന്നെ മോഡേൺ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബുക്ക് സ്റ്റാളിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ ഇവിടെ പെൻഗ്വിൻ ബുക്സിൻ്റെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പുസ്തക പരിചയപ്പെടുത്തലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് രമ്യയെ പറ്റിയാണ്. രമ്യ എഴുതിയ ഈ ബുക്കിൽ അതിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. രമ്യ പോയി കണ്ട സ്ഥലങ്ങളിലെ ആളുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ കണ്ട ജീവിതങ്ങൾ എന്ന് പറയുമ്പം അവരുടെയൊക്കെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ രമ്യ അന്വേഷിക്കുന്നുണ്ട്, പലരുമായുള്ള ബന്ധത്തിൽ എന്നൊക്കെ ആ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു യാത്രാ വിവരണം എഴുതുക എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഞാൻ ചെറുപ്പകാലം മുതൽ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒരുപാട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഞാൻ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ എന്നോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ എഴുതണമെന്ന് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എഴുതാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നലെ രമ്യയുടെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആലോചിച്ച്, ഇതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുണ്ട്, പിന്നീട് റഷ്യയിൽ പോയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ആയിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ 3 മാസം ഞാൻ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തവന്. പിന്നെ ഞാൻ റഷ്യയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഹംഗറി, അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പോകാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ പല സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ എഴുതണം എന്ന് വിചാരിച്ച് ആലോചിക്കുമ്പം അതൊന്നും മനസ്സിൽ വരുന്നില്ല. ഒരുപാട് ആളുകളുടെ പേരുകൾ ഓർമ്മിച്ചിരിക്കുന്നു. ഞാൻ ഈ റഷ്യയിലും ഹംഗറിയിലൊക്കെ പോയാൽ അവിടുത്തെ ആളുകളുടെ പേര് ഇപ്പോൾ ഒരാളുടെ പേര് പോലും പറയാൻ കഴിയില്ല. അതുപോലെയുള്ള പേരുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് ഉണ്ടായ സംഭവങ്ങളും അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ ഓർത്തെടുത്ത് ഒരു ബുക്കാക്കി എഴുതണമെങ്കിൽ അതിനൊരു അസാമാന്യമായ വൈഭവം ഉണ്ടാവണം. ഇവിടെ മോൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് രമ്യയുടെ ആദ്യത്തെ ബുക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. നേരത്തെ ബുക്കുകൾ എഴുതി, അതുകൊണ്ട് രമ്യ ഈ ബുക്കുകളെല്ലാം എഴുതുന്ന ആളാണെന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മോള് പറയുന്ന ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ബുക്കിൻ്റെ ഉള്ളടക്കം അത് ഇന്നിപ്പോൾ റിലീസ് കഴിയുമ്പം എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. രാവിലെ എന്നോട് രാവിലെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിട്ട് ഞാൻ വരുന്നത്. അതും രമ്യയും ആ പരിപാടിയുടെ സംഘാടകരുമായി അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ 9 മണിക്ക് എനിക്ക് വേറൊരു പരിപാടി തന്നേച്ച് രമ്യ തന്നെ ഏർപ്പാട് ചെയ്ത് വന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് അതിലെ സദസ്സിൽ നിന്ന് ഒരാളിനോട് ചോദിച്ചു, രമ്യയുടെ പരിപാടിക്ക് പോകുന്നില്ലേ? അപ്പോൾ അതിൽ പിന്നെ ഏത് കാര്യം പറയുന്നു ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ജനസാമാന്യത്തിൻ്റെ ജീവരക്തത്തിൽ നിന്നും ഓജസ് ഉൾക്കൊള്ളുന്ന വികാര ബീജികളെ തട്ടി ഉണർത്തുവാൻ കഴിവുള്ള ശക്തിവിശേഷമാണ് ഈ കലയും സാഹിത്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ജനസാമാന്യത്തിൻ്റെ ജീവരക്തം എന്താണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പങ്കിട്ട ആളുകളുമായി സംസാരിച്ച് പങ്കിട്ടതിന് ശേഷം അത് ഇതുപോലെ എഴുതി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അസാമാന്യമായ വൈഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാമല്ലോ, നമ്മൾ പറയും ഈ രമ്യ ആരാമത്തിലെ റോസാദളത്തിൻ്റെ മാദകത്വവും മനോഹാരിതയുമുള്ള ഈ വചനങ്ങളാണ്. ഈ വചനങ്ങൾ അദ്ദേഹം കൊണ്ടു കിടക്കുന്നു. അദ്ദേഹവും കൂടി രണ്ടുപേരുടെയും കൂടെ പടമുണ്ട്. രണ്ടുപേരുടെയും കൂടെ പടമുള്ള പല കഥകളും അതിനെ പല യാത്രാ വിവരണങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വനജോത്സ്യയുടെ മുട്ടകൾക്ക് പ്രകീർത്തമായ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഈ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിരൂപകനായ സുധീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ പുസ്തകവുമായി ഈ അക്ഷരങ്ങളുമായുള്ള ബന്ധം, ആ അക്ഷരങ്ങളുമായി ഒരുപാട് ബന്ധമുള്ള ആളാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞൊരു തെറ്റ് പറ്റിയാൽ എന്നെപ്പറ്റി അദ്ദേഹത്തിനുള്ള ഒരു ധാരണയെ മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു വാചകം പറഞ്ഞപ്പോൾ തിരിച്ചുകൊണ്ട് നീന കുറുപ്പിനോട് പറയുന്നു. അപ്പം രമ്യ ഈ
രമ്യയുടെ ഒരു ഔദ്യോഗിക ജീവിതം കൂടിയുണ്ട് കേട്ടോ. അത് ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ. ആ ഔദ്യോഗിക ജീവിതത്തിൽ കുറേ കാലം ട്രെയിനിൽ യാത്ര ചെയ്ത് തിരുവല്ല വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും രമ്യയുടെ മനസ്സ്, രമ്യ തന്നെ പറയുന്നുണ്ട്, ആ പുസ്തകം എഴുതിയതിൻ്റെ ആ ഒരു വാചകത്തിൽ പറയുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയ മുഖങ്ങളും ആ കണ്ടുമുട്ടിയപ്പോൾ അവരുമായുള്ള പരിചയവും ഈ ഒരുപാട് ടെൻഷനോടെ ജോലി ചെയ്യുമ്പം ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഈ കണ്ടുമുട്ടിയ മുഖങ്ങളെയും യാത്രാ അനുഭവങ്ങളെയും ഞാൻ ഒരിക്കലും മറക്കുന്നില്ല എന്ന് രമ്യയുടെ ബുക്കിൽ പറയുന്നുണ്ട്. രമ്യയുടെ ഒരു അഭിപ്രായം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഒരു ബുക്ക് എഴുതി അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ എഴുത്ത് നിർത്തരുത്, യാത്ര നിർത്തരുത്. അപ്പോൾ ഞാൻ ഇന്നലെ തമാശയ്ക്കാണെങ്കിലും എൻ്റെ ഓഫീസിൽ എൻ്റെ സുഹൃത്തുക്കളുമായി എൻ്റെ സഹപ്രവർത്തകരായി പറഞ്ഞപ്പോൾ, ഇന്നത്തെ ബുക്ക് റിലീസിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, രമ്യ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ തിരുവനന്തപുരത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും സ്ഥലങ്ങളിൽ പോയില്ലെങ്കിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും യാത്ര ചെയ്യുന്നത് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമാണ്. ഞാനൊരു ദിവസം ചോദിച്ചു, തിരുവനന്തപുരത്ത് വരുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളൊരിക്കൽ വരാം സാർ, ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഞങ്ങളൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും, കാരണം ഈ കേരളത്തിലെ ജനങ്ങളുടെയും സ്വന്തം നാട്ടിലെ ജനങ്ങളുടെയും കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ടും മറ്റ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയിട്ടുണ്ട്. അത് വായിച്ചാലേ മനസ്സിലാവൂ. ഏതാണ്ട് ഇനി പോകാൻ ഒരു രാജ്യവും ഇല്ലയെന്ന് തോന്നുന്നു. മിഡിൽ ഈസ്റ്റ് പോയിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോയി. ഇനിയിപ്പം രമ്യയ്ക്ക് എഴുതാനുള്ളത് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ പോയി, നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളും തിരുവനന്തപുരവും പൊന്മുടി പോലുള്ള സ്ഥലങ്ങളും ഒക്കെ പോയി കണ്ട് കോളവും ഒക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതാനേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും യാത്ര ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും യാത്ര ചെയ്യുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു കേട്ടോ, ഈ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയാവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പം 20,000 രൂപ മാറ്റി വയ്ക്കും. ആ 20,000 രൂപ മാറ്റി വയ്ക്കുമ്പം യാത്ര പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും മാത്രം പോരാ, ഒരു 30,000 മാറ്റി വെച്ച് എന്നെയും കൂടെ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ കൊണ്ടുപോകണം. അങ്ങനെയും കൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് രമ്യയുടെ ഒരു അനുഭവം, രമ്യ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ബുക്ക് റിലീസ് ചെയ്ത്. കാരണം രമ്യ എൻ്റെ ഓഫീസിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ, ഞാൻ പറഞ്ഞു ഈ 2 വർഷത്തെ പരിചയമേ ഉള്ളൂ, പക്ഷേ ഇത്ര മനോഹരമായി ഒരു ബുക്ക് എഡിറ്റ് ചെയ്യാനും ആ എഡിറ്റ് ചെയ്ത ബുക്ക് ഒരുപാട് കഥകൾ, ഒരുപാട് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ, അതിൽ രമ്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവരുമായി ബന്ധപ്പെട്ട കഥകളാണ് എഴുതിയിരിക്കുന്നത്, ആ യാത്രാ വിവരണത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു ആർജവും ഒക്കെ കാണിച്ച രമ്യയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ ബുക്ക് റിലീസ് ചെയ്യാൻ ഇന്ദുലേഖ പബ്ലിക്കേഷൻസ്, ഞാൻ അതും ചോദിച്ചു ആരാണ് ബുക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ദുലേഖ പബ്ലിക്കേഷൻസാണ്. അപ്പോൾ അതിനുള്ള മനസ്സ് കാണിച്ച, പിന്നെ അതുപോലെ ഈ ചാവറ കൾച്ചറൽ സെൻറ്റർ ഡയറക്ടറുണ്ട്, ഇവിടെ വെച്ച് തന്നെ ഈ പരിപാടി നടത്താനുമൊക്കെ അനുവദിച്ച, അതിനൊക്കെ സഹായിച്ച ഈ ഫാദർ അനിൽ ഫിലിപ്പ്, അതുപോലെ നമ്മുടെ സ്വാഗതം ആശംസിച്ച ടോം. ഞാൻ പറയാൻ വിട്ടുപോയി, സാധാരണ ഇതുപോലെയുള്ള ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്ന ആളിന് ആരും സ്വാഗതം ആശംസിക്കാറില്ല. ഞാനത് അദ്ദേഹത്തിനെ ഈ രമ്യയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ മീറ്റിങ്ങിലേക്ക്, അതും കൂടെ പറയാൻ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഈ ബുക്ക് ഔപചാരികമായി റിലീസ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് രമ്യയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള ബുക്കുകൾ എഴുതാനും കഥകൾ എഴുതാനും കഴിയട്ടെ, യാത്രാ വിവരണങ്ങൾ എഴുതാനും കഴിയട്ടെ, യാത്രകൾ കൂടുതൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Neena ma'am, I invite you to speak a few words. എല്ലാവർക്കും നമസ്കാരം. രമ്യ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്നാണ്. തോൽപ്പിച്ചു വിടാം, വളരെ മോശമായിപ്പോയി.
പ്രത്യേകിച്ച് ജയചന്ദ്രൻ സാർ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു കോംപ്ലക്സ്. ഹി വാസ് സോ ഹ്യൂമറസ് ആൻഡ് ഐ വാസ് ആക്ച്വലി ലിസ്ണിങ് വിത്ത് ഓപ്പൺ മൗത്ത് ടു വാട്ട് എവർ യു ആർ സേയിങ്. ആൻഡ് ഞാൻ സംസാരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു ആവിഡ് റീഡറാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നത് പോലെയല്ലല്ലോ ഈ പുസ്തകം എഴുതുന്ന ആൾക്കാരും. ഇപ്പോൾ സുധീറിനെ പറ്റി പറഞ്ഞ പോലെ ഈ നിരൂപകരൊക്കെ ഒരു സദസ്സിൽ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമാണ്. എഴുതി തന്നത് പറഞ്ഞ ശീലം മാത്രമേ ഉള്ളൂ. എൻ്റെ ജോലി അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാതെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ ആവിഡ് റീഡർ ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം അധികം വായിക്കാൻ പറ്റാറില്ല. കാരണം വായിക്കണമെങ്കിൽ എനിക്ക് റീഡിങ് ക്ലാസ് വേണം. റീഡിങ് ക്ലാസ് ഇട്ടാൽ എനിക്കിവിടെ മാർക്സ് വരും. അപ്പോൾ ആ മാർക്സ് കൊണ്ട് വായിക്കാനൊക്കെ വളരെ കുറഞ്ഞിട്ടായിരിക്കും ഇപ്പം. പക്ഷേ രമ്യയുടെ ഈ ബുക്ക് മാർക്ക് വന്നാലും കുഴപ്പമില്ല, അതൊരു പെർമനൻറ്റ് മാർക്കാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് എന്താണെങ്കിൽ വായിക്കും സെർട്ടൻലി. ആൻഡ് ഐ തിങ്ക് അറൗണ്ട് 3 years ബാക്കാണ് നമ്മൾ മീറ്റ് ചെയ്തത് അല്ലേ? 3 years ബാക്ക് ടോംസിൻ്റെ വിമൻസ് ഡേ വന്ന് ഷോർട്ട് ഫിലിം ചെയ്യുമ്പം സുധീറും ഞാനുമായിരുന്നു നമ്മളായിരുന്നു പേര്. നമ്മൾ അന്നാണ് ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് രമീനെ കാണുന്നത്. എൻ്റെ മനസ്സിൽ നല്ല സ്മാർട്ടായിട്ട് സുന്ദരിയായ ഒരു ലേഡി, വെരി വൈബ്രൻറ്റ്, ഫുൾ ഓഫ് എനർജി, ഇത്രയ്ക്കൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. ദറ്റ് യു ഹാഡ് സച്ച് എൻ അമേസിങ് ടാലൻറ്റ് എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. ഒരു 3-4 months ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ടോംസൺ ചോദിച്ചു ഇന്ന ദിവസം പറ്റില്ല. ഇല്ല രമ്യ എവിടെയോ യാത്ര. ഞാൻ പറഞ്ഞു രമ്യ യാത്രയ്ക്ക് പോയാൽ എവിടെയോ പോയതെന്ന് അറിയില്ല, എവിടെയോ പോയി എന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലാക്കുമ്പോൾ ഞാൻ ചോദിച്ചു എവിടെയോ പോയിന്നോ? രമ്യ ഫുൾ ടൈം യാത്രയാണ്. രമ്യ ഹസ്ബൻഡും ഒരുമിച്ച് യാത്ര ചെയ്യും, ചിലപ്പം കൊച്ചിനെയും കൊണ്ടുപോകും, ചിലപ്പോൾ രമ്യ ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്നും ഞാൻ ആ ഒരു എന്താ പറയുക ആ കേട്ട് ഇത് ഷോക്കിന്ന് മാറിയില്ല എന്ന്. കാരണം വെൻ ഐ ടോക്ക് ടു രമ്യ അങ്ങനെ ഒരു അഡ്വെഞ്ചറസ് ടൈപ്പാണെന്ന് തോന്നിയില്ല. ഞാൻ വിചാരിച്ച ഒരു ഈ ഫുൾ ഓഫ് എനർജിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ബട്ട് ഇത്രയ്ക്കും അഡ്വെഞ്ചറസ് ആണ്, ഇത്രയ്ക്കും ഡെയറിങ് ടു ഗോ എലോൺ. ഇതൊക്കെ എനിക്ക് സ്വപ്നത്തിൽ പോലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സ്വപ്നത്തിൽ പോലും ഞാനത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നൈസ് രമ്യ, ഐ എം സോ ഹാപ്പി ലൈക്ക് ദറ്റ് ഐ നോ സംബഡി ലൈക്ക് യു. ആൻഡ് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ബുജ്ജികളുള്ള ഈ ഒരു സദസ്സിൽ ഞാൻ കുറേ പൊട്ടത്തരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെ ഇനിയും ഒരുപാട് പുസ്തകം എഴുതട്ടെ. ഓക്കെ, എനിക്ക് കുറച്ച് പറഞ്ഞു തരും, ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, ma'am. Now, I welcome Mr. N.E. Sudhir to share his views on the book. Mr. Sudhir is a renowned literary and social critic. His writings are mainly on the domains of literature, politics, and culture. Over to Mr. Sudhir. പ്രിയമുള്ളവരെ, സാധാരണ പ്രസംഗത്തിൽ അവസാനമാകുമ്പം അതൊരു ഭാഗ്യമായിട്ടാണ്. കാരണം പറയാനുള്ളതൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞു കാണും എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിവിടെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അവസാനം പറയുന്ന ആളിൻ്റെ തലയിലേക്ക് വയ്ക്കുന്ന പൊതുവെ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അത് ഒഴിവാക്കാറുമുണ്ട്. അതിൻ്റെ കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് വായന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഏർപ്പാടാണ്. ഒരാൾ നമ്മളോടൊരു പുസ്തകം വായിക്കാൻ ആവശ്യപ്പെടുക, നിർബന്ധിക്കുക എന്ന് പറയുമ്പം അതൊരു തരം അധിനിവേശമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം സമയബന്ധിതമായി വായിച്ചേ മതിയാവൂ എന്ന് വരും ഒരു പുസ്തക പ്രകാശനത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ പുസ്തകവും വായനയും തരുന്ന സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുമെന്നുള്ളതും സ്നേഹത്തോടെ നമ്മൾ ഏൽപ്പിച്ച കർത്തവ്യത്തിനായി വായനയെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തിലേക്ക് കടന്നു പോകണമെന്നുള്ള ഒരു ദുരിതമോർത്ത് പൊതുവേ പുസ്തക പ്രകാശന ചടങ്ങിൽ വരാതിരിക്കുക, പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് പതിവ്. പക്ഷെ ചില നിർബന്ധങ്ങൾ നമ്മുടെ നിലപാടുകളെ മാറ്റിമറിക്കാൻ ഇടയാക്കും. അത്തരത്തിലുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരാണ് രമ്യ എസ് ആനന്ദ് എന്നുള്ളത്. രമ്യ ഈ
ഈ ദിവസം 10 തൊട്ട് 12 മണി വരെ മാറ്റി വയ്ക്കണം എന്ന് മാത്രമാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അത് ഞാൻ സമ്മതിക്കും ചെയ്യും. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പുസ്തകം വരുന്ന കാര്യം കേട്ടിരുന്നെങ്കിലും ഇങ്ങനെയൊരു പുസ്തക പ്രകാശനത്തെക്കുറിച്ച് എൻ്റെ തലയിൽ അന്നേരം ഓടിയതേ ഇല്ല. ഞാൻ ആ ദിവസം ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ചോദിക്കുന്നൊരു ഫോട്ടോ വേണമെന്നാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കുരുക്കാണ്. ഈ പുസ്തകം തരും, പുസ്തകത്തെക്കുറിച്ച് വായിക്കേണ്ടി വരും, പ്രസംഗിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ വായനയെ അലോസരപ്പെടുത്താനൊരു പുസ്തകം വരുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഈ 2-3 വർഷത്തിൻ്റെ പുറകിൽ നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്. ഈ ടോം എന്ന് പറയുന്ന ഒരു സൂര്യനും അതിന് ചുറ്റും ചില നക്ഷത്രങ്ങളായിട്ട് രമ്യയും ഞാനും കുറച്ച് പേർ. അതിലേക്കും അപ്രതീക്ഷിതമായിട്ടൊരു അന്യഗ്രഹ ജീവിയെ പോലെ വന്ന ആളാണ്, അങ്ങനെ തന്നെ പറയാം, നീന. പക്ഷേ ഈ ഗാലക്സിക്കകത്ത് ഏറ്റവും യോജിച്ച് നിന്ന് നമ്മളിലുള്ള ആളായി മാറി എന്നുള്ള സന്തോഷം കൂടി, നമ്മുടെ കൂടിയായി ആ അന്യഗ്രഹ ജീവി എന്ന സന്തോഷം. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്ന ആളാണ് രമ്യ നമ്മുടെയൊക്കെ ഇടയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ പറയാനുള്ള ഒരു വലിയ വിഷമമുണ്ടായിരുന്നു. അതിലുപരിയായി രമ്യ കണ്ടപ്പോഴൊക്കെ, ഈ അടുത്ത ദിവസം എന്നെ വന്ന് കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, വളരെ മുമ്പ് ഒരു ആംസ്റ്റർഡാമിലെ ഒരു യാത്രികൻ, ഇതുപോലെ യാത്ര ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യാദൃശ്ചികമായി പരിചയപ്പെട്ട, 10-30 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പേര് അദ്വാൻ ഷെയ്ഖ് എന്നാണ്. അദ്ദേഹം ഒരുപാട് യാത്രാവിവരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതെല്ലാം ഡച്ച് ഭാഷയിലാണ്. അദ്ദേഹം ആദ്യമായിട്ട് എന്നെ കണ്ട ദിവസം ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ മലയാളികൾക്ക് ചിരിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആലോചിച്ചില്ല. പിന്നീട് അന്ന് തന്നെ ഞാൻ പലരെയും നോക്കിയപ്പോൾ എന്നെ മുന്നിൽ കണ്ട പലർക്കും ചിരിക്കാൻ മടിയുള്ളതായിട്ട് അന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. മലയാളിക്ക് ചിരിക്കാൻ പൊതുവെ മടിയാണെന്നുള്ള കാര്യം. ചിരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏക ജീവിയുടെ പേരാണ് രമ്യ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരാൾ ചിരി എന്ന് പറയുന്നത് MT വാസുദേവൻ നായരൊക്കെ എഴുതിയിട്ടുള്ള ചിരി ദൈവം നമുക്ക് തന്നൊരു സിദ്ധിയാണെന്നാണ്. അതെല്ലാവർക്കും കിട്ടില്ല, അപൂർവം ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിദ്ധി രമ്യ പറയുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ ചിരിച്ചുകൊണ്ട്. ഇതിലൊരു കഥാപാത്രത്തെക്കുറിച്ച്, ബംഗാളിലെ ഒരു കഥാപാത്രത്തെ, ഒരു സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോഴും ഇതേ വാചകം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കുന്നത്, ചിരിച്ചുകൊണ്ട് അവർ വർത്തമാനം പറഞ്ഞു എന്ന്. അപ്പോൾ രമ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പഴയ യാത്രികനെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരാളായിട്ട് രമ്യ എൻ്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും യാത്രാവിവരണങ്ങൾ എന്ന് പറയുന്ന സാഹിത്യ വിഭാഗത്തോട് വളരെയധികം താല്പര്യമുള്ള ആൾ കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ സാഹിത്യത്തെക്കാൾ മുമ്പേ മനുഷ്യനെയും മനുഷ്യാവസ്ഥയും മനസ്സിലാക്കാൻ ലോകത്തിന് സഹായിച്ച ഒരു എഴുത്ത് രീതിയാണ് യാത്രാവിവരണങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ അറിയുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന പേരുകളൊക്കെ ഇത്തരം യാത്രികരെക്കുറിച്ചാണ്. മാർക്കോപോളയും വാസ്കോ ഡ ഗാമയും അവരൊക്കെ യാത്രികർ. അവരാണ് രാജ്യങ്ങൾ കണ്ടെത്തിയവർ. അവരുടെ യാത്രകൾക്കിടയിലാണ് രാഷ്ട്രങ്ങൾ, മനുഷ്യ സമൂഹങ്ങൾ, വിവിധതരം സംസ്കാരങ്ങൾ, ഭാഷകൾ ഇതൊക്കെ കണ്ടെത്തിയത് അത്തരം യാത്രിക. അതിനുശേഷമാണ് സാഹിത്യവും ചരിത്രവും ഒക്കെ വരുന്നത്. ഇന്നും നമുക്കറിയാം, ചരിത്രത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചരിത്രം എന്താണെന്ന് നമുക്ക് അവ്യക്തമായി തുടരുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ, അവരാരെങ്കിലും യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ടോ, അവരെന്തു പറയുന്നു. കാരണം അതൊരു യാഥാർത്ഥ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ചരിത്രകാരന്മാരൊക്കെ അവരെ വിസ്മയിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ വിസ്മയിപ്പിച്ച കാര്യങ്ങളാണ് അവരിതിൽ എഴുതി വയ്ക്കുക. വിസ്മയം എന്ന് പറയുന്നത് പലതാകാം. അത് ഭൂപ്രകൃതിയാവാം, അവിടുത്തെ കാലാവസ്ഥയാവാം, സസ്യലതാദികളാവാം, മൃഗങ്ങളാവാം, പലതരത്തിലുള്ള. കാരണം നമ്മൾ കാണാത്തത് നമ്മളൊരിക്കലും അത്ഭുതത്തോടെ മാത്രം നോക്കിക്കണ്ട അനുഭവങ്ങളാണ് യാത്രികർ എപ്പോഴും അവരുടെ കൃതികളിൽ എഴുതി വയ്ക്കുക. അപ്പോൾ അത് തീർച്ചയായും ആ കാലത്തെയും ആ സമൂഹത്തെയും പല രീതിയിൽ അടയാളപ്പെടുത്തുന്നതായിരിക്കും. ഇത്തരം അടയാളപ്പെടുത്തിയാൽ രമ്യ ഈ പുസ്തകത്തിലൂടെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് അവർ കണ്ട വിസ്മയിപ്പിച്ച മനുഷ്യരാണ്. ഒരുപക്ഷെ ഒരു യാത്രാവിവരണത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്, യാത്രാവിവരണത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും യാത്രയല്ല.
യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരിച്ചറിയുക, പുതിയ പുതിയ ഉൾക്കാഴ്ചകളിലേക്ക് പോവുക, മനുഷ്യരെ അറിയുക, പുതിയ സമൂഹത്തെ അറിയുക, ആ സമൂഹത്തിൻ്റെ സവിശേഷതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ യാത്ര എന്ന് പറയുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ യാത്ര നടത്തി എന്നുള്ളതാണ് രമ്യയെ നമ്മൾ ഇന്ന് പ്രശസ്തരെന്നോ പ്രഗത്ഭരെന്നോ വിഖ്യാതരെന്നോ കേൾക്കുന്ന യാത്രാ വിവരണ എഴുത്തുകാരനിൽ നിന്നും മികച്ചതല്ലെങ്കിലും വേറിട്ടതാക്കുന്നത്. മികച്ചതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മികച്ച ഒരുപാട് യാത്രാ വിവരണങ്ങൾ മലയാളത്തിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ തീർച്ചയായും ഇനിയും മെച്ചപ്പെട്ട മികച്ച ഗ്രന്ഥങ്ങൾ എഴുതാൻ രമ്യയ്ക്ക് കഴിയുമായിരിക്കും. അതിനുള്ള ഭാഷ ഇതിലുണ്ടെന്ന് ഇതിലെ ഓരോ വാചകവും ഓരോ കുറിപ്പുകളിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിലാവും. അതിലെല്ലാം ഉപരിയായിട്ട് രമ്യയുടെ നിരീക്ഷണ പാടവം ഓരോ സംഗതിയും കാണുമ്പോൾ അതിലെന്താണ് രമ്യ കാണുന്നത് എന്നുള്ളത് വായിച്ചറിയുമ്പോൾ ആരാണ് രമ്യയുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻ്റ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളെല്ലാം പല കാര്യങ്ങൾ കാണുന്നു, അത് മറക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സർഗാത്മകമായ ഒരു സവിശേഷ കഴിവ്, ഒരു സിദ്ധിയുള്ള മനുഷ്യനത് കണ്ടവിടെ ഉപേക്ഷിക്കുന്നില്ല. അവരതിനെ അവരുടെ തലച്ചോറിലേക്ക്, അവരുടെ ഓർമ്മകളിലേക്ക് നിറച്ചു വയ്ക്കുകയും പിന്നീട് എന്തെങ്കിലും മറ്റൊരു സാഹചര്യത്തിൽ ഇത് ഓർത്തെടുത്ത് അതിനെ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു മനുഷ്യനെ, സാധാരണ മനുഷ്യനിൽ നിന്ന് എഴുത്തുകാരെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തരാക്കുന്നത്. ഈ വ്യത്യസ്തരാക്കുക എന്ന് പറയുന്ന സവിശേഷമായ കഴിവ് ഏതെല്ലാമോ തലത്തിൽ നമ്മുടെ രമ്യയ്ക്കുണ്ട് എന്ന് ഈ പുസ്തകത്തിലെ പല കുറിപ്പുകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നതൊന്നുമല്ല പ്രധാനം. പല യാത്രാ വിവരണങ്ങൾ നമുക്ക് കാണാം. ഒരുപക്ഷെ അതൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഏത് വാഹനത്തിൽ പോയി, എവിടെ ഇറങ്ങി, ആര് നമ്മളെ കൂട്ടാൻ വന്നു എന്നൊക്കെയുള്ള യാത്രാ വിവരണങ്ങൾ ധാരാളം ഇറങ്ങുന്നൊരു കാലഘട്ടമാണ്. യാത്രാ വിവരണം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കുറിപ്പുകളായി മോശമായ രീതിയിൽ വികലീകരിക്കുന്ന ഒരു യാത്രാ വിവരണ സംസ്കാരം കൂടി മലയാളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിവരമായി ഇതിലകത്തെ ഒരു കുറിപ്പുകളിലും രമ്യ എങ്ങനെയാണ് പോയത്, ആരാണ് കൂടെ, എന്താണ് എന്നുള്ള വിവരങ്ങളൊന്നുമല്ല ഉള്ളത്. അതിലുപരിയായിട്ട് രമ്യയെ ആകർഷിച്ചത് അവിടങ്ങൾ കണ്ടുമുട്ടിയ കുറേ മനുഷ്യരും അവരുടെ ജീവിതവും, ആ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു, എന്താണ് അതിൻ്റെ പ്രത്യേകത, അതൊരു സാംസ്കാരികമായ ഒരു അന്വേഷണമായിട്ട്. സാംസ്കാരികമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട്. നമ്മളെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യരാണെങ്കിലും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാഹചര്യത്തെ, നമ്മുടെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളെ നോക്കിക്കാണാൻ, ആ വ്യത്യസ്തതകൾ ഒരു വ്യക്തിയിലൂടെ, അവിടെ കണ്ടുമുട്ടുന്നൊരു വ്യക്തിയിലൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് രമ്യ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ടാണ് ഈ പുസ്തകം മുഖങ്ങളുടെ പുസ്തകം. മുഖങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലതരം മുഖങ്ങളാവാം. വ്യക്തിയുടെ മുഖം തന്നെ ആവണമെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ല. അതിലുപരിയായി ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ, ആ ഭൂപ്രദേശത്തിൻ്റെ, അവിടുത്തെ അവസ്ഥയുടെ മുഖം കൂടിയാവാം. അങ്ങനെ വ്യക്തികളുടെ മുഖത്തിനപ്പുറത്ത് ആ വ്യക്തിയെ നിർണ്ണയിക്കുന്ന, ആ വ്യക്തിയെ നിലനിർത്തുന്ന സാഹചര്യങ്ങളുടെ മുഖം കൂടി ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവ് രമ്യയ്ക്കുണ്ട്. അതെന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ സാമൂഹിക ജീവികളാവുക. ഒന്ന്, നമുക്ക് സാമൂഹികമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആളുകളുമായി ഇടപഴകിയാൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകളും അവരുടെ ജീവിത വ്യത്യസ്തതകളും മനസ്സിലാക്കാൻ. അതിലുപരിയായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, മറ്റു ഭൂവിഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കൾച്ചറൽ ജീവിയായി, ഒരു സാമൂഹ്യ ജീവിയായി വികസിക്കപ്പെടും. ആ വികാസം ഏറ്റവും അധികം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്ത മനുഷ്യരെ അടയാളപ്പെടുത്താൻ, ഇത്ര ഭംഗിയായി അടയാളപ്പെടുത്താൻ രമ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് മുഖങ്ങളെക്കുറിച്ച് ഈ ഒരു പുസ്തക പ്രകാശനത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് വിശദമായി പ്രസംഗിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുട്ടി ജനിച്ചേ ഉള്ളൂ, ആ കുട്ടിയുടെ ജാതകം നമ്മൾ അപ്പം തന്നെ എഴുതുന്നൊരു ശരിയല്ല എന്നുള്ളൊരു നിലപാട്. അപ്പോൾ ഒരു സാമാന്യമായൊരു ധാരണ കിട്ടാൻ 2-3 കഥാപാത്രങ്ങളെക്കുറിച്ച്, 2-3 മുഖങ്ങളെക്കുറിച്ച് മാത്രം പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യത്തെ കുറിപ്പിലുള്ള ഗോവയിലുള്ള മേരി ലോബോ എന്ന കഥാപാത്രം, അവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് നടത്തുകയാണ്. അവിടെ പോവുകയും അതിനു മുമ്പേ ആ പ്രദേശത്തെ എങ്ങനെ ചെല്ലുന്നുവെന്നും അവിടെ എന്താണ്, ഏത് രീതിയിലാണ് മനുഷ്യർ ജീവിക്കുന്നതെന്നും അഹമ്മദാബാദിലാണ് കഥ. അപ്പോൾ അഹമ്മദാബാദിലെ മനുഷ്യർ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന ചപ്പാത്തികൾ അവരുടെ മതിലിൻ്റെ മേലെ ഗോമാതാവിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക്
ആ യാത്രയിലൂടെ നമുക്ക് യാത്രയൊക്കെ മറന്നിട്ട് രമ്യയും മറന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആളുകൾ അവരുടെ ചപ്പാത്തി, ബാക്കിയാകുന്ന ചപ്പാത്തി പിറ്റേ ദിവസം ഗോമാതാവിന് വേണ്ടി അവിടുത്തെ മതിലുകൾ ഇങ്ങനെ വെക്കുമെന്നും അങ്ങനെയുള്ള കുറേ നിരീക്ഷണങ്ങൾ, വളരെ വളരെ ശക്തമായ നിരീക്ഷണ പാഠവും ഈ പുസ്തകത്തിൽ പലയിടത്തും കാണാനുണ്ട്. അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട്, പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉണ്ട്. അതിനിടയിലൊരു ഭൂമി കുലുക്കം സംഭവിച്ച രാത്രിയിലെ അവസ്ഥ രമ്യ എഴുതുന്നുണ്ട്. അപ്പോൾ അന്ന് ആ നിമിഷത്തിലാണ് ഈ പാവപ്പെട്ടവനും പണമുള്ളവനും എല്ലാവരും, എല്ലാ തരത്തിലുള്ള സൗകര്യമുള്ളവനും ഇല്ലാത്തവനും ഒന്നായി മാറുന്നത്, ഒരുപോലെ ആവുന്നത് എന്നൊരു നിരീക്ഷണം അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിലെ ദുരന്തങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ അവരൊന്നാണ് എന്ന തോന്നലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു നിരീക്ഷണം അതിനകത്ത് നടത്തുന്നുണ്ട്. അതുപോലെ ഈ ചായക്കടയുടെ മേരി ലോബയെ അവർ കണ്ടതിന് ശേഷം 19 വർഷമായി ഗോവയിൽ നിന്ന് ഈ പ്രദേശത്ത് വന്ന് താമസിച്ച് അവിടുത്തെ മനുഷ്യരുമായും അവിടുത്തെ സമൂഹവുമായും ഇടപെടുകയും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത, ആ സാംസ്കാരിക ഭൂമികയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത മേരി ലോബയെക്കുറിച്ച് എഴുതി അവസാനിപ്പിക്കുമ്പോൾ രമ്യ പറയുകയാണ്, മേരി ലോബയെ ഓർക്കുമ്പോഴൊക്കെ അവരിപ്പോഴും ജീവനോടെ അവിടെ തന്നെ കാണുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ചില പുരാവസ്തുക്കൾക്ക് മരണമില്ലല്ലോ എന്ന്. അപ്പോൾ അവർ 2019 മരിച്ചുപോയെന്ന് രമ്യക്കറിയാം. പക്ഷേ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവരിപ്പോഴും അവിടെയുണ്ട്, അവരുടെ ആ കട അവിടെയുണ്ട്, അവരുടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന തോന്നൽ രമ്യ എന്ന യാത്രികയിലുണ്ടാകുന്നത്. അത് യാത്രികയുടെ അല്ല, അതൊരു മനുഷ്യനും തമ്മിൽ അഗാധമായ ബന്ധത്തിൻ്റെ എത്രമാത്രം ആഴത്തിലാണ് ഈ കഥാപാത്രം ഇല്ലെങ്കിൽ ഈ വ്യക്തി രമ്യ എന്ന വ്യക്തിയിലേക്ക് കടന്നു ചെന്നിട്ടുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ അവരിപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ഓർമ്മയായിട്ട് രമ്യ പറയുകയാണ്. ഈ തോന്നൽ ഇത് വായിക്കുന്ന വായനക്കാരിൽ ഉണ്ടാക്കുന്നിടത്താണ് അവരുടെ എഴുത്തിൻ്റെ ഭംഗി നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ രസകരമായ ചില അനുഭവങ്ങൾ രമ്യ പറയുന്നുണ്ട്. വെനീസിലെ ഒരു നഗര ചത്തുരത്തിൽ ഒരു മൊസാട്ട് പ്രതിമയെ കാണുന്നതും ആ മൊസാട്ട് പ്രതിമയുടെ അടുത്തേക്ക് രമ്യ ഇങ്ങനെ നടന്നു പോകുന്നതും, അപ്പോൾ അടുത്തെത്തുമ്പോഴാണ് ആ മൊസാട്ട് പ്രതിമയുടെ കണ്ണ് ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതൊക്കെ. പക്ഷേ അവസാനം മനസ്സിലാവുന്ന ഒരു വ്യക്തി, ഒരു തെരുവ് കലാകാരൻ മൊസാട്ടിൻ്റെ രൂപത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്യൂട്ടി എന്ന് പറഞ്ഞ് രമ്യയുടെ അടുത്ത് വരുന്നതും അവരുമായിട്ടുള്ള ബന്ധങ്ങളും, രണ്ടാമത് തിരിച്ചു വരുമ്പോഴും രമ്യ അയാൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ രമ്യ വീണ്ടും അയാളിലെ അന്വേഷിച്ച് പോവുകയും അയാൾ എന്താണെന്ന് അറിയുകയും അയാളുടെ ജീവിതത്തെ അറിയാൻ ശ്രമിക്കുകയും അയാൾക്ക് നിന്ന് മടുത്തുപോയി എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അപ്പോൾ തെരുവ് കലാകാരന്മാർ എന്താണ്, അത്തരമൊരു കലാഭൂമികയിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവരെങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ മനുഷ്യരുമായിട്ട് ഇടപഴകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു ചെറിയ ജീവിത വരുമാന മാർഗം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി അപ്പോൾ തിരുവല്ലയുടെ കോവിഡ് കാലത്ത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിചാരിതമായി പരിചയപ്പെടുന്ന ഒരു സ്ത്രീ, അവരുടെ പേരെന്താണെന്ന് രമ്യ പറയുന്നത്, ലോകത്തിലെ സുന്ദരികളുടെ പേരൊക്കെ അവർക്ക് മാറ്റി പറയാനാണ് ഇഷ്ടം. അവരുടെ പേരെന്താണെന്ന് അറിയില്ല. അവരൊരുപാട് പേരുകൾ പറയും, ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സുന്ദരികളായ പേരുകളൊക്കെ അവർ പറയും. അവർ പാട്ടുപാടി ഇങ്ങനെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ, അവർക്കെന്തോ ഒരു ചെറിയ തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട്. അവിടെയും രമ്യ ശാസ്ത്രീയമായി പോലും മസ്തിഷ്കത്തിലെ സ്ക്രൂവിൻ്റെ ഇളക്കം സംഭവിച്ചാൽ അത് ബോധവും അബോധവും തമ്മിലുള്ള ചില പാലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന രീതിയിൽ വെറുതെ അത് പറഞ്ഞു പോവാലല്ലാതെ അതിനപ്പുറത്തേക്ക് അതെന്തായിരിക്കാം, അതെന്തുകൊണ്ടായിരിക്കാം എന്ന് അന്വേഷിക്കുന്ന വിശാലമായ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അത് സൂചിപ്പിച്ച് പോകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അർത്ഥതലം വേറെയാണ്. അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചും അവരെ കാണാതായതിന് ശേഷം രമ്യ എന്ന് പറയുന്ന രമ്യക്കത് തീവണ്ടിക്കകത്ത് കടക്കുമ്പോൾ അവരെ കാണാതെ പോകേണ്ടി വന്ന ഒരു ദിവസത്തെ വിഷമം, പിന്നീട് അവരെ കണ്ടുമുട്ടാതായപ്പോൾ ഉണ്ടായിരുന്ന വിഷമം, ഇതൊക്കെ സാധാരണയായി യാത്രാ വിവരണങ്ങൾ നമ്മൾ അധികമൊന്നും കാണാത്ത രീതിയിലുള്ള ചില ചിത്രണങ്ങളാണ്. അത് രമ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായ രീതിയിൽ മനുഷ്യൻ എന്തായിരിക്കണം എന്ന ഒരു നന്മയുള്ള മനുഷ്യൻ്റെ മുഖം അവിടെ കൃത്യമായി അടയാളപ്പെടുത്താനാണ് രമ്യ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു കഥാപാത്രം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സാറാ കോഹൻ, ഒരുപക്ഷെ ഇതിനകത്ത് ആകെ എനിക്ക് പരിചയമുള്ള എന്ന് പറയുന്നത് സാറാ കോഹൻ്റെ കഥാപാത്രമാണ്. സാറാ കോഹനെക്കുറിച്ചുള്ള ഒരു വാചകം മാത്രം മതി ആ മട്ടാഞ്ചേരിയിലെ ആ അമ്മൂമ്മയെ, മരിച്ചുപോയ അമ്മൂമ്മയെ ജൂതവംശത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് ആ ജനാലയുടെ അരികിൽ അവരിയ്ക്കുന്നത് കാണുമ്പോൾ ഒരു വെളിച്ചം അവിടെ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് രമ്യ എഴുതി വയ്ക്കുന്നത്. എത്ര മനോഹരമാണ്
എത്ര കൃത്യതയോടെയാണ് ഏതോ കാലത്തിൻ്റെ ഏതോ ഒരു സംസ്കാരത്തിൻ്റെ വെളിച്ചം പോലെ മട്ടാഞ്ചേരിയിൽ സാറാ കോഹൻ എന്ന് പറയുന്ന സ്ത്രീ 95 വയസ്സ് വരെ അവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലും വെളിച്ചം നൽകുന്ന ഒരു ചെറിയ കുറിപ്പാണ് സാറയെക്കുറിച്ചുള്ള ആ ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം വിശ്വനാഥ് പാൽ എന്ന് പറയുന്ന കൽക്കത്തയിൽ കണ്ടുമുട്ടിയ ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം മണ്ണുകൊണ്ട് ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു മനുഷ്യനെയും കണ്ടാൽ അവരിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു താല്പര്യം ജനിച്ചാൽ അത് അവിടെ നിന്ന് അവരെ അറിയാനും അവരുടെ മനസ്സറിയാനും അവരുടെ ജീവിതത്തിലേക്ക് ഇഴകിച്ചെല്ലാനുമുള്ള പ്രത്യേകമായൊരു താല്പര്യം രമ്യ കാണിക്കുന്നുണ്ട്. അതാണ് രമ്യയെ മറ്റ് യാത്രികരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് രമ്യയ്ക്ക് ഇതുപോലൊരു പുസ്തകം എഴുതാൻ കഴിഞ്ഞുള്ളത്. ഈ വിശ്വനാഥ് പാലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ദാർശനികമായ ചിന്തകളിലേക്ക് പോലും രമ്യ കടന്നു പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം. രമ്യ എഴുതിയ 2-3 വാചകങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ ഇത്തരം ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. ദൈവരൂപങ്ങളെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ലക്ഷ്മിയെയും ഗണപതിയെയും ഒക്കെ ഉണ്ടാക്കുന്ന ഇവരുടെ ദൈവരൂപങ്ങൾ പലതും കടൽ കടന്ന് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ എത്തുന്നുണ്ട്. പക്ഷേ ദൈവങ്ങളുടെ സൃഷ്ടാക്കളുടെ ജീവിതം മണ്ണ് പുരണ്ടതും വേർത്തൊലിക്കുന്നതും വിശക്കുന്നതും തന്നെ എന്നാണ്. അപ്പോൾ വിശ്വനാഥ് പാലിനെ മാത്രമല്ല കാണുന്നത്. വിശ്വനാഥ് പാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ജീവിക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ ദുരവസ്ഥ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക അന്തരീക്ഷവും കൂടി അടയാളപ്പെടുത്താൻ രമ്യ അവിടത്തെയേറെയാണ്. ഒടുക്കം അതിൻ്റെ നോട്ടായിട്ട് പറയുകയാണ്: ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരെ ദാരിദ്ര്യം ഒരു തീരാ രോഗം പോലെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരെ ദൈവങ്ങൾക്ക് പരിചയമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മനുഷ്യനെയും മനുഷ്യാവസ്ഥയെയും അതിൻ്റെ അഗാധതലത്തിൽ അറിയാനും താൻ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെ നമ്മുടെ ലോകത്തെയും നമ്മുടെ അവസ്ഥകളെയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെയും ആഴത്തിൽ തന്നെ ഒപ്പിയെടുക്കാനും കഴിയുന്ന ഒരു എഴുത്തുകാരിയുടെ ഗ്രന്ഥമാണ് ഈ വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത്. ഈ മുഖങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യരല്ല, അത് കുറേ മനുഷ്യ ജീവിതങ്ങളുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാത്രകളാണ്. മനുഷ്യ സമൂഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യക്കൂട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് മാനവിക ലോകത്തോട് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക്, കേരളത്തിലുണ്ടായിരുന്ന മനുഷ്യർക്ക് ഏതോ കാലത്ത് നമുക്കപ്പുറം ഒരു ലോകമുണ്ടോ, നമുക്കപ്പുറം മനുഷ്യരുണ്ടോ, അല്ലെങ്കിൽ കടലിനപ്പുറം എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലത്ത് ഇവിടെയും മനുഷ്യരുണ്ട്. അമേരിക്കയിലും ജപ്പാനിലും ആഫ്രിക്കയിലും മനുഷ്യരുണ്ട്. അവർക്ക് വികാരങ്ങളുണ്ട്. അവരുടെ വികാരങ്ങളും അവരുടെ സന്ദേഹങ്ങളും നമ്മുടേതുമായി സാദൃശ്യമുള്ളതാണ് എന്നൊക്കെ ലോകത്തോട് അറിയിച്ച് ഈ കടലിനും കാഴ്ചയ്ക്കും അപ്പുറം കൂട്ടായ ഒരു മനുഷ്യലോകം, ഒരു മനുഷ്യക്കൂട്ടം എന്ന്, മനുഷ്യ വംശം എന്ന രീതിയിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ പേരാണ് ട്രാവൽ റൈറ്റേഴ്സ്, അല്ലെങ്കിൽ യാത്രികർ. അങ്ങനെ നമ്മളോട് ഈ പോയ ദേശങ്ങളിലെല്ലാം നമുക്ക് സമാനമായ, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്, അവരുടെ വേദനകളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് തീക്ഷ്ണതയോടെ എഴുതിയെടുത്ത ഒരു പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ടോമിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇത്തരം പുസ്തകങ്ങൾ കൂടി, യാത്രാവിവരണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് മലയാളത്തിലെ യാത്രാവിവരണ സാഹിത്യ ലോകത്തോട് തെളിച്ചു പറയാൻ ഒരു അവസരമൊക്കെ എന്നതിൽ ടോമിനോട് ഞാൻ നന്ദി പറയുന്നു. രമ്യയ്ക്ക് വീണ്ടും വീണ്ടും യാത്രകൾ ഉണ്ടാവട്ടെ. ആ യാത്രകളിലൂടെ പുതിയ മനുഷ്യരെ നമ്മളിലേക്ക് അറിയിക്കാനും അവരുടെ ദുരിതങ്ങളെയും ജീവിതത്തെയും സവിശേഷതകളെയും മറ്റു വായനക്കാരുമായി പങ്കുവെക്കാനുമുള്ള വലിയ സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Thank you, sir. Now, I invite the author, Mrs. Ramya S. Anand, to deliver the vote of thanks. സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. കാരണം ഈ ഒരു വരവ്, നിങ്ങളുടെ എല്ലാം ഈ ഒരു വരവ്, നിങ്ങൾ ഞാനുമായി എത്ര കണക്റ്റഡ് ആയിരിക്കുന്നു, എത്രമാത്രം സ്നേഹത്താൽ മുദ്രിതമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മറുപടി കൂടിയാണ്. സ്വാഗതം ആശംസിച്ച ടോം ജെ മങ്ങാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട എഡിറ്റർ
വളരെ മടിച്ചിയായ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ വളരെ മടിച്ചിയായ എന്നെക്കൊണ്ട് ഒരു ടാർഗറ്റ് ടൈം തന്ന് പുസ്തകം എഴുതിച്ച എൻ്റെ വളരെ പ്രിയപ്പെട്ട ടോമേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് മൂവിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ഷോർട്ട് മൂവിയുടെ നായകനും നായികയുമാണ് ഞങ്ങളുടെ സുധീർ സാറും നീന ചേച്ചിയും. ഒരല്പം വില്ലനുമായിരുന്നു അതിനകത്ത്. കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദ വലയം. ഞാൻ ആദ്യം വർക്ക് ചെയ്ത എൻ്റെ പത്തനംതിട്ട ഓഫീസ് തൊട്ട് ഇങ്ങോട്ടുള്ള ജീവിതയാത്രയിലെ ഒരുപാട് പേർ, ഞാൻ പിച്ച വെച്ച് നടന്ന എൻ്റെ നാട്ടിലെ ആളുകൾ, ദേശങ്ങൾ താണ്ടി ഒരുപാട് പേർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ മറുവീടായ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ വളരെ പ്രിയപ്പെട്ടവർ, 20 വർഷമായി എൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കാലഘട്ടം മുഴുവനുള്ള എൻ്റെ ആ രീതിയിലുള്ള സുഹൃത്തുക്കൾ, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ, ഞാൻ ഓരോ യാത്രയും പോകുമ്പോൾ ആ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്നവർ. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ബാലി ട്രിപ്പ് ഒരു മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഒരു പറ്റം റിട്ടയേർഡ് ആളുകളുടെ കൂടെ, റിട്ടയേർഡ് ആയിട്ടുള്ള എങ്കിലും ശൗര്യം ഒരു ശകലം പോലും ശമിച്ചിട്ടില്ലാത്ത ഒരു പറ്റം സ്ത്രീകളുടെ കൂടെയായിരുന്നു എൻ്റെ യാത്ര. അവരെല്ലാവരും കൂടി തൃശ്ശൂരിൽ നിന്നൊരു കാറെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാദൃച്ഛികതയുടെ ആകെയുള്ളൊരു തുകയായിട്ടാണ് എനിക്ക് പലപ്പോഴും അതുകൊണ്ട് ജീവിതത്തെ പറ്റി തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ജീവിതം അഥവാ യാത്ര എന്നത് രണ്ടും രണ്ടല്ല. അതിൽ തെളിയുന്ന ഓരോ മുഖങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ തീർച്ചയായും എൻ്റെ എഴുത്തിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ മറ്റൊന്നുമല്ല, തീർച്ചയായും സോഷ്യൽ മീഡിയയ്ക്കുണ്ട ഒരു റോളെന്ന് വെച്ചാൽ വളരെ 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 വലുതാണ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ അനിൽ അച്ഛൻ, ഞാൻ ആദ്യം ഇവിടെ അച്ഛനെ കാണാൻ വരുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഇത്രയും ഇൻ്റലക്ച്വലി വളരെ ഫോർവേഡായ ഒരു അച്ഛനെ ഞാൻ ആദ്യമായായിരുന്നു കാണുന്നത്. കാരണം നമ്മൾ കാണുന്ന അച്ഛന്മാരെല്ലാം നമ്മളെ ഒരു കുഞ്ഞാടിനെ പോലെ സംസാരിക്കുന്നതാണ്. പക്ഷേ നന്നായി സാഹിത്യം വഴങ്ങുന്ന ഒരച്ഛനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫാദർ തന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ ഓഫീസിൽ എന്നെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. ഒരു മേധാവി എങ്ങനെയായിരിക്കണം തങ്ങളുടെ സബോർഡിനേറ്റ്സിനോട്? കാരണം അവരെ ഏത് രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവർക്ക് എന്തൊരു ഇഷ്യൂ വന്നാലും അവരെ ഒരു കോട്ട പോലെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ മേലധികാരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും ഞാൻ ഗവൺമെൻറ് ഫീൽഡിൽ കണ്ടിട്ടുള്ളത് അത് താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെച്ചൊടിയുന്ന മേലധികാരികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ജയചന്ദ്രൻ സാർ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എല്ലാ രീതിയിലും സാറ് നമ്മൾക്ക് ഒരു കോട്ട പോലെ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. സാറ് പറഞ്ഞ പോലെ ഞാനൊരു വാറണ്ട് കൊടുത്തപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിച്ച് സാർ ഇവിടെ എത്തിച്ചേർന്നു. എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. കാരണം ഒരുപാട് തിരക്കുകളുള്ള ആളാണ് സാർ, പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമിൽ. സാറ് ആ ക്ഷണം വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാറിനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എനിക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ ഓഫീസിൽ എൻ്റെ പ്രധാനപ്പെട്ട GP-മാരെല്ലാവരും, ഏതാണ്ട് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇന്ന് ഒരു ഹോളിഡേ ആണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. അവരെല്ലാവരും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും ബിസി ഷെഡ്യൂളിൽ നിന്നാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സുധീർ ചേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ സാറെന്ന് വിളിക്കരുതെന്ന് എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റി ഹീറോ, ഒരു വില്ലനായിട്ടാണ് ഞങ്ങളുടെ ഷോർട്ട് മൂവിയിലേക്ക് കടന്നു വന്നത്. ഏറ്റവും നന്നായി പുസ്തകങ്ങളെ പറ്റി ഞാൻ കുറച്ചുകൂടി എൻ്റെ പുസ്തകത്തെ കീറിമുറിക്കൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ചുകൂടി അനുഭാവപൂർവ്വമാണ് അദ്ദേഹം ആ പുസ്തകത്തെ സമീപിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായും അദ്ദേഹത്തിനോട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. ഇങ്ങനെയുള്ളൊരു പുസ്തക പ്രകാശനങ്ങൾക്ക് അദ്ദേഹം പോകാറുള്ളതല്ല. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ വാറണ്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങ് വരികയാണ് ചെയ്തത്. പിന്നെ നീന ചേച്ചിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്രയും സുന്ദരിയാവാനുള്ള കാരണം? അപ്പോൾ പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ കണ്ണൂർ കുറച്ച് പേരെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയി, അതിൽ ഏതോ ഒരു റൂട്ട് കയറി വന്നിട്ടുണ്ട്. ശരിയാണ്, നീന ചേച്ചിയുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ വൈബ്രൻ്റാണ്. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു നിന്ന ഒരുപാട് ഇതുണ്ട്. കാര്യം കൂടെയുള്ള അഭിനേതാക്കൾ
ബുദ്ധിമുട്ടുമ്പോൾ നീന ചേച്ചിക്ക് കഥാപാത്രമാകാൻ ഒരു സെക്കൻഡ് മതി. അത് ഞാനത് ടോമേറ്റനോട് എല്ലായ്പ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. വളരെ ഈസി ആയിട്ടാണ് ഒരു കഥാപാത്രമായി മാറാൻ കഴിയുന്നത്. ഇനി യാത്രകളെ പറ്റി പറയുകയാണെങ്കിൽ, യാത്രയിൽ കണ്ടുമുട്ടിയ ഓരോ മുഖങ്ങളും എനിക്ക് വളരെ പ്രഷ്യസാണ്. എന്നോട് ചോദിച്ചു, ശരിയാണ്, ഫോർട്ട് കൊച്ചി മുതൽ തിരുവല്ല മുതൽ കുടുംബശ്രീയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം, പല ഓഫീസുകളിൽ ഞാൻ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. പക്ഷെ ചില മുഖങ്ങൾ നമുക്കൊരിക്കലും മറക്കാനാവത്തില്ല. കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് വഴികളിൽ അവരുടെ മുഖം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ പലപ്പോഴും മുഖ്യധാരയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാത്ത ധാരാളം മനുഷ്യരുണ്ട്. നമ്മളത് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ ഒരു വലിപ്പം അറിയണമെങ്കിൽ പലപ്പോഴും ആ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാൻ വളരെ അടുത്ത് നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ ഞാൻ ആ ഗ്രാമത്തിലേക്ക് ധാരാളം, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞാൻ ആ നാഗാലാൻഡിൻ്റെ മ്യാൻമാറിൻ്റെയും അതിർത്തി ഗ്രാമത്തിലെത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട ട്രാവൽ ബഡീസ് നീതി അജു അവരെല്ലാം ചേർന്നാണ് എത്തിയത്. ആ യാത്രയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കുട്ടികളുടെ ഡയപ്പർ കഴുകി ഉണക്കി വിരിച്ചിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എടുത്തു കളയുന്ന ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് അവർ വീണ്ടും റീയൂസ് ചെയ്യാനായി കഴുകി ഉണക്കി വേലിപ്പത്തലിൽ ഉണക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ച്, ഈ ഒരു കാര്യം പോലും അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അവർക്ക് അത് അതിനുള്ള സാമ്പത്തികം പോലുമില്ല. പക്ഷേ ഈ ഒരു കഷ്ടപ്പാടിനിടയിലും ഞാൻ ഈ ഗ്രാമത്തിലെ ആ കുടിലിൽ പോയി താമസിക്കുമ്പം ഇവരെല്ലാവരും വന്ന് നമ്മളെ പരിചയപ്പെട്ടു. അത് നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന, അതായത് യുദ്ധത്തിൽ എതിരാളിയുടെ തല വെട്ടി ആ തല സ്വന്തം വീടിൻ്റെ ഉമ്മറത്ത് ഒരു അഭിമാനം പോലെ തൂക്കിയിടുന്ന ലോങ്വാ ഗ്രാമത്തിലെ കോണ്യാക് ഗോത്രവംശത്തിലെ അവിടെയാണ് ഞാൻ പോയി 10 ദിവസം താമസിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഈ സ്ഥലത്ത് അപ്പോൾ എൻ്റെ അനിയത്തി ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു, ചേച്ചി എന്ത് ധൈര്യത്തിലാണ് ആളുകളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത്. അവളെല്ലായ്പ്പോഴും സംശയത്തോടു കൂടിയാണ് പലപ്പോഴും, കാരണം ശരിയാണ്, നമുക്കെല്ലാം ഒരു സംശയമുണ്ടെങ്കിലും യാത്രകളിലെ നെഗറ്റീവ് അനുഭവങ്ങൾക്കാണ് പലപ്പോഴും ഞാൻ സഫാരിയിലും മറ്റും അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളതാണ്, നെഗറ്റീവ് അനുഭവങ്ങൾക്കാണ് കേൾവിക്കാർ കൂടുതൽ. പക്ഷേ പോസിറ്റീവ് അനുഭവങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം. കാരണം മനുഷ്യനിലും മനുഷ്യത്വത്തിലുള്ള വിശ്വാസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാറില്ല. ഏത് അപരിചിത നഗരത്തിലും ഏത് അർദ്ധരാത്രിയിലും എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ധൈര്യമുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കാണും. പലപ്പോഴും ഇപ്പോൾ അത് മിക്ക ഭൂഖണ്ഡങ്ങളിലും മിക്ക നഗരങ്ങളിലും അങ്ങനെയായി സൗഹൃദങ്ങൾ വ്യാപിച്ചു. ഒരുപാട് സന്തോഷം. തീർച്ചയായും ജയചന്ദ്രൻ സാർ പറഞ്ഞു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ. എൻ്റെ വളരെ പരിമിതമായ ജീവിതസാഹചര്യം, എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ വന്നിട്ടുണ്ട്, അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അവർ എനിക്ക് ചെയ്തു തരുന്നിട്ടുള്ളൊരു വലിയ ലക്ഷ്വറിയാണ് പുസ്തകങ്ങളും ചെറിയ ചെറിയ യാത്രകളും. അതിനുശേഷം എനിക്ക് 2 മൂത്ത സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും എൻ്റെ യാത്രയിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും രണ്ടാമത്തെ സഹോദരൻ എല്ലാ നല്ല പുസ്തകങ്ങളും എല്ലാ നല്ല ക്ലാസിക്കുകളും മൂവികളും എല്ലാം എനിക്ക് പരിചയപ്പെടുത്തി തന്നതും യാത്രകളിലേക്കുള്ള വഴി വെട്ടിയിട്ട് തന്നതും അവർ രണ്ടുപേരുമാണ്. ഇപ്പോഴും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഈ ഓൾ ഇന്ത്യ ട്രിപ്പുകൾ ധാരാളം നടത്താറുണ്ട്. ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന യാത്രകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളോടൊപ്പം തന്നെയുണ്ടെന്ന് പറയാതെ വയ്യ. തീർച്ചയായും ഭർത്താവിനോടൊപ്പം ഉള്ളത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പൊക്കിൾക്കൊടി ബന്ധത്തിൽ തുടങ്ങിയ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാന മനസ്കനായതുകൊണ്ട് അദ്ദേഹം ഈ വഴിയിലേക്ക് തന്നെ കടന്നു വരാറുണ്ട്. പിന്നീട് വിവാഹം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള യാത്രകൾ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു യാത്രയായി. അതിനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനവും, അതായത് നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ആ സ്നേഹം തിരിച്ചു കാണിക്കും എന്നുള്ള ഒരു വാക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അതിലെല്ലായ്പ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മകളായാലും ഞാൻ യാത്ര പോകുമ്പോൾ എല്ലാം അമ്മ പോയിട്ട് വരൂ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോത്സാഹനവും അഭിനന്ദനവും, അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലുള്ള ധാരാളം സഹപ്രവർത്തകർ, അവരുടെ എല്ലാം, അത് എൻ്റെ സുഹൃത്തുക്കൾ, ഇവരുടെ എല്ലാം ഒരു പിന്തുണയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടും നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ അഭാവത്തിൽ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങളുടേതു കൂടിയാണ്, നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഒരുപാട് സന്തോഷം.
നന്ദി ഇവിടെ വന്ന എല്ലാവർക്കും.